ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് വെനസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ഇതാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ആഹിലിന് മദ്രസ ഉണ്ടായിരുന്നു. ആഹിലിനെ വിട്ടതിന് ശേഷം ഞാൻ പിന്നെയും കിടന്നങ്ങോട്ട് ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേക്കാൻ വൈകി കേട്ടോ. ഏകദേശം ഒരു 8:30 മണിയൊക്കെ ആയി എഴുന്നേറ്റപ്പോൾ. പിന്നെ കിച്ചണിൽ കയറാൻ തോന്നിയില്ല. അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഇതാണ് കേട്ടോ രാവിലെ കഴിക്കാനായിട്ട് വാങ്ങിച്ചത്. കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ ആ ഉറക്ക ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ച് തന്നെ പോയി കിടന്നതാണ്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നത് കേട്ടോ. ബോഡി പെയിനും ഇടയ്ക്കിടയ്ക്ക് വരുന്ന പനിയും അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനോടും ഒരു മടുപ്പാണ് കേട്ടോ. നമ്മൾ ചെയ്യാൻ തോന്നിയാലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നൊരു ഫീലാണ്. എനിക്ക് കുറച്ച് നാൾ മുന്നേ ഹെവി ഫീവർ വന്നായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 104 ഡിഗ്രി പനി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി പോയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഹെവി ഡോസ് മെഡിസിൻസൊക്കെയാണ് കഴിച്ചത്. പനി മാറിയെങ്കിലും ഒരാഴ്ചയോളം ഞാൻ കിടപ്പ് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് അത്ര അങ്ങോട്ട് സുഖമില്ലാത്ത ദിവസങ്ങളാണ് കേട്ടോ ഇപ്പോൾ. ആഹിൽ ക്ലാസ്സിൽ പോകുന്നതുകൊണ്ട് റൊട്ടീനായിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ബോഡി പെയിനും നമുക്കൊന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയൊക്കെയാണ്. പക്ഷേ കുറച്ച് നാൾ മുന്നേ എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. എല്ലാ ജോലികളും നല്ല ആക്റ്റീവായിട്ട് ചെയ്യുമായിരുന്നു. ഹസ്ബൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നട്ട്സും ഡേറ്റ്സൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ആലും ഇങ്ങനെ നോക്കിയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊന്നുപോലും അവനെടുത്ത് കഴിച്ചില്ല. ഇത് ഇപ്പോൾ ആഹിലിനും ആലുമിനും കൂടി ഉള്ളതാണ് കേട്ടോ. വീഡിയോ എപ്പോഴും കേൾക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ. എൻ്റെ വോയിസ് പോലും ഇപ്പോഴും കറക്റ്റായിട്ടില്ല. നമ്മളുടെ മൈൻഡ് ഉള്ളിടത്ത് ബോഡി എത്തില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് കേട്ടോ. എൻ്റെ ജോലികൾ ചെയ്ത് തീർക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തീർക്കുകയാണ്. അല്ലാണ്ട് ഒരു പഴയ ഉത്സാഹമൊന്നുമില്ല. അപ്പോൾ ഇന്ന് മുതൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ. പഴയ ഞാൻ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ തിരിച്ചു വരും എന്നുള്ളത്. മുമ്പത്തെ പോലെ പാട്ട് കേട്ട് ജോലി ചെയ്തും സന്തോഷത്തോടെ ജോലി ചെയ്തും കിളികളെ നോക്കിയും ചെടികളെ നോക്കിയും ടേബിൾ വെച്ച് കാര്യങ്ങൾ ചെയ്തും എൻ്റെതായ കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തിയും ആ ഒരു പഴയ സ്റ്റേജിലേക്ക് ഞാൻ ഇന്ന് മുതൽ തിരിച്ചെത്താൻ ശ്രമിക്കുകയാണ്. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൈൻഡ് ഇപ്പോഴാണ് ഒന്ന് റെഡി ആയത്. വയ്യ എന്ന് വിചാരിച്ച് മാറിയിരുന്നതിന് നമുക്ക് അതിന് മാത്രമേ എപ്പോഴും നേരം ഉണ്ടാവുള്ളൂ. എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചെടികളൊക്കെ സത്യം പറഞ്ഞാൽ കുറച്ച് നാളായിട്ട് എൻ്റെ പരിചരണമൊക്കെ വളരെ കുറവായിരുന്നു. വാടി കിടക്കുന്ന കാണുന്ന മാത്രമേ ഞാൻ നനക്കുമായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. ആമ്പലിൻ്റെ ചട്ടിയിലെ ഇലയിൽ പുഴു ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ ആദ്യം എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ നനച്ചു കൊടുത്തു. കിളികൾ വന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെടിയൊക്കെ നനക്കുമ്പോൾ വെള്ളം ഭയങ്കര ഇഷ്ടമുള്ള ലവ് ബേർഡ്സിന്. അപ്പോൾ അതിങ്ങനെ വന്ന് അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കളിപ്പിക്കാനായിട്ട് ജസ്റ്റ് അവരുടെ മേത്തേക്കും ഇതേപോലെ സ്പ്രെഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് അത്യാവശ്യം കാര്യമായിട്ട് തന്നെ ഫുഡ് ഉണ്ടാക്കണം. ഫിഷ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഹസ്ബൻഡ് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത്. കിളിമീനും അയിലയാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വെള്ളം കുടിയൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. ഞാനത് ഇന്ന് മുതൽ നന്നായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ഇന്നലത്തെ പച്ചക്കറി വേസ്റ്റ് ആണ് കേട്ടോ. അത് ഞാനൊന്നൊരു മുറത്തിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ട്. കാരണം എന്നാലും നല്ലപോലെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ. ആ വെള്ളത്തിൻ്റെ ഒരു അംശം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് ഓണാക്കി ഉച്ചയ്ക്കുള്ള കുക്കിങ്ങിനാണ് കേട്ടോ ഗ്യാസ് ഓണാക്കിയേക്കുന്നത്. അരിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് വൈകി. അപ്പോൾ ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ചക്ക കിട്ടിയായിരുന്നു. അടുത്ത വീട്ടിലെ ഇത്ത തന്നതാണ് കേട്ടോ. ചെറിയ ചക്കയാണ്, വളരെ കുറച്ച് മാത്രമേ അതിൽ ചുളയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കണതിൻ്റെ ഇടക്കാണ്ട് അതാ ഒരു മീനിൻ്റെ വായിൽ നിന്ന് കുഞ്ഞൊരു മീൻ എടുത്തത്. ചക്ക നന്നാക്കിയിട്ട് വളരെ കുറച്ച് മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തോരൻ ഉണ്ടാക്കൂലേ, ചക്ക ഇടിയൻ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് സവാളയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറക്റ്റ് പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചക്കത്തോരൻ എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ചക്കക്കുരുവൊക്കെ കിളുന്തായിട്ടുള്ള ചക്കക്കുരു നമുക്ക് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതാണ് കേട്ടോ. കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബാക്കി വരുന്ന അതിൻ്റെ കുറച്ച് വേസ്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ കുഞ്ഞ് പീസാക്കി കട്ടാക്കി വെക്കുന്നുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ബയോബിനിൽ ചേർക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് പപ്പായ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ പപ്പായയുടെ മുകളിലത്തെ തോലും ഈ ബയോബിനിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞ് പീസാക്കി ഇടുന്നുണ്ട്. പപ്പായയുടെ അങ്ങനെ കട്ട് ചെയ്തിടേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം വളരെ നൈസായിട്ടുള്ള ഇതാണല്ലോ. എങ്കിലും ഞാൻ വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ടു. അപ്പോൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് വേവിക്കാനായിട്ട് എടുത്ത് വെക്കുന്നത്. കൈ കൊണ്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ വെക്കുന്നത്.
ഒരു വിസിൽ മതിയാവുമല്ലോ, കാരണം ഒട്ടും വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. എൻ്റെ കുക്കറാകുമ്പോൾ ഒരു വിസിൽ പോലും വേണ്ട, പെട്ടെന്ന് തന്നെ വേവും. ഈ ഒരു കുക്കർ നല്ല കുക്കറാണ് കേട്ടോ, ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണ്. സരൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. അന്ന് മുതൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞിടക്ക് വാങ്ങിച്ചതാണ്. 7 വർഷത്തോളമൊക്കെ തന്നെ ആയിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. 1.5 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. അതിനിടയ്ക്ക് ഹസ്ബൻഡ് ജ്യൂസ് ഉണ്ടാക്കി കൊണ്ടുത്തന്നായിരുന്നു കേട്ടോ, ജ്യൂസ് കുടിച്ചു. വീട്ടിൽ ഇതേപോലെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്ന ഹസ്ബൻഡ് തന്നെയാണ്. ഫ്രൂട്ട്സ് വാങ്ങിച്ചുകൊണ്ടുവന്നതിന് എനിക്ക് ഈ സംഭവം എടുക്കാനും കൊടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്, ഞാൻ മറന്നു പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഹസ്ബൻഡാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്, കറക്റ്റായിട്ട് എടുത്ത് എല്ലാവർക്കും ആവശ്യമുള്ളത് കട്ട് ചെയ്ത് ഒക്കെ എടുക്കുന്നത് ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ. പിന്നെ എന്നോട് പറയണം, നീ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും, അല്ലാണ്ട് ഈ സംഭവം ഞാൻ മറന്നു പോകട്ടെ, ഇരുന്ന് ചീത്തയായി പോവുള്ളൂ, ഞാൻ മറന്നു പോകും. അതിൽ 1/2 കിലോ ആണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. 1/2 കിലോ ആണെങ്കിൽ കൂടി ഞങ്ങൾക്ക് വളരെ കൂടുതലാണത്. മീൻ കറി വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് പോയില്ല, വറുത്തതാണെന്നുണ്ടെങ്കിൽ കഴിച്ചോളും. അപ്പോൾ ഒരു 4 കഷ്ണം ഞാൻ നാളത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നാളെ തേഴ്സ്ഡേ ആണല്ലോ അഹിലിന്, അപ്പോൾ വറുത്തത് ഒരു പീസ് കൊടുത്തു വിടാമല്ലോ. അപ്പോൾ അത് കാരണം അതും മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. അതായത് നമ്മളന്ന് പൊടിപ്പിച്ച മുളകാണ് കേട്ടോ. ഇപ്പോഴാണ് എൻ്റെ മുളക് തീർന്നത്, അപ്പോൾ ഞാൻ കുപ്പിയിലേക്ക് അതൊന്ന് ഇട്ട് വെക്കാം കേട്ടോ. അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ, കാരണം നമ്മൾ 2 മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ എടുത്തത്. കാശ്മീരി മുളകും പിന്നെ നമ്മളുടെ സാധാ എരിവുള്ള മുളകും കൂടി മിക്സ് ചെയ്തിട്ടാണ് അടിച്ചെടുത്തത്, അതുകൊണ്ട് തന്നെ നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മീൻ നന്നാക്കി വാങ്ങിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഞാൻ ഒന്നല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് എന്തൊക്കെ ഫിഷാണ് വേണ്ടതെന്നുള്ളത് വിളിച്ചു പറയും. അപ്പോൾ അവരിവിടെ നമ്മുടെ വീട്ടിൽ കൊണ്ടുത്തരും. അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി എമൗണ്ട്. ഇതിപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് പോയില്ല, അപ്പോൾ ഞാൻ നാളത്തേക്ക് ആവശ്യമുള്ള മീനെടുത്ത് മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. കറി വെക്കാനായിട്ട് ഇതാ ഇത്ര മാത്രം മതി കേട്ടോ. ഇത് തന്നെ ബാക്കിയാവും എന്നുള്ള ഡൗട്ടിലാണ് ഞാനിരിക്കുന്നത്. അപ്പോൾ തേങ്ങ ഒന്ന് എടുക്കണം. നമ്മൾ സാധാരണ തേങ്ങ അരച്ച് വെക്കില്ലേ, അങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. മുമ്പ് തേങ്ങ അരച്ചത് മാത്രമേ ഞാൻ വെക്കുള്ളായിരുന്നു, എനിക്കത് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മുളക് ചാറ് വെക്കാൻ തുടങ്ങി കേട്ടോ. അത് വെക്കാൻ തുടങ്ങിയ പിന്നെ അത് മാത്രം മതി എല്ലാവർക്കും. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ തേങ്ങ അരച്ച് കറി വെക്കുന്നത് കേട്ടോ. ചക്ക വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തു എന്ന് പറഞ്ഞാൽ പോലെ കുറച്ച് കുഴഞ്ഞങ്ങോട്ട് പോയി. ഒരു വിസിലേ അടിച്ചുള്ളൂ. ഞാനൊരു വിസിലിന് മുന്നേ ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഒരു വിസിലടിച്ചു. അപ്പോൾ വെന്ത് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അരച്ച് വന്നിട്ടുണ്ട്. തേങ്ങയിൽ ഞാൻ ചേർത്തിരിക്കുന്നത് 2-3 ഉള്ളി, 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കലത്തിൽ വെച്ചിട്ട് കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കലത്തിൽ തന്നെയാണല്ലോ നമ്മൾ വെക്കാറ്. അപ്പോൾ അതൊന്ന് തിള വരാനായിട്ട് ഞാനിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തപ്പോൾ നമ്മൾ ചക്കത്തോരൻ ഉണ്ടാക്കാനുള്ള പാനാണ് വെച്ചിരിക്കുന്നത്. അതിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് അതിന് ശേഷം ഒരു സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മീൻ ചെറുതായി തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുടംപുളി ചേർത്തതും 2-3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം തക്കാളിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ എന്ന് ഓർത്തു. ഇപ്പുറത്ത് ചക്കത്തോരലിന് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ചതച്ച മുളകാണ് ചേർക്കുന്നത്. ചതച്ച മുളക് നന്നായിട്ട് മൊരിച്ചെടുക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരല്ലേ, അപ്പോഴാണ് വേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. വേപ്പിലയുടെ ഒരു ഹാഫ് വെന്ത ഒരു സ്മെല്ലുണ്ടല്ലോ, നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ആ ഒരു സ്മെല്ല് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ ചക്ക ഡയറക്റ്റ് അതിലേട്ടൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന്. അപ്പോൾ ചക്കയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മീൻ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ മേളിൽ വരണം. അപ്പോൾ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് മീൻ വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ താളിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ മീൻ കറി. ഉച്ചക്ക് കഴിച്ചപ്പോൾ കുറേ നാൾക്ക് ശേഷം കഴിച്ചുകൊണ്ടാണോ എന്ന് അറിയില്ല, നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കിച്ചൺ ജോലിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചോറും കറികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ നമ്മളുടെ വർക്ക് ഏരിയയിൽ, അവിടെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും കേട്ടോ. ഒന്നാമതിൽ നമ്മൾ കുക്കിംഗ് കൂടി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഓയിലൊക്കെ അതിലേക്ക് പിടിക്കും. പിന്നെ അതേപോലെ വെയിലും മഴയൊക്കെ കൊള്ളുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു കറുത്ത കളറ് പോലെ ഒരു ഷെയ്ഡ് പോലെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതേപോലെ സോപ്പിൽ നന്നായിട്ട് സോപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് അതിനുശേഷം ഒരു തുണിയും കൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അത്യാവശ്യം അഴുക്കൊക്കെ പോരും കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്
ഏകദേശം 2 ആഴ്ചയായിട്ട് ഞാൻ ക്ലീനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് കാണുന്നത് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതാ ഒന്ന് ഡീപ്പായിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊണ്ട് കഴിയുമ്പോൾ അത്യാവശ്യം ആ ഒരു എന്താ പറയുക, അതിൻ്റെ ജലാംശമൊക്കെ ഒന്ന് മാറി കിട്ടുമല്ലോ. അതുകൊണ്ടാണ് വർക്ക് ഏരിയയിൽ അത്യാവശ്യം വെയിൽ കിട്ടും. അതുകൊണ്ടാണ് അവിടെ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ പുറത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ലല്ലോ, കാക്കയെ കൊത്തിക്കൊണ്ടുപോകില്ലേ. അതുകൊണ്ട് അവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സ്റ്റാൻഡ്, അതിൽ വെച്ചിരിക്കുന്ന കുപ്പികൾ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കഴുകാനായിട്ട് കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ക്യാനൊക്കെ അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ തീർന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇങ്ങനെ കുപ്പികളൊക്കെ ഇങ്ങനെ നിരത്തി വർക്ക് ഏരിയയിൽ വെക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ മേളിലൊരു സ്റ്റാൻഡ് അടിച്ചിട്ടുണ്ട് കുപ്പികളൊക്കെ നിരത്തി വെക്കാനായിട്ട്. പക്ഷെ നല്ലപോലെ വെയിലടിക്കുന്നതുകൊണ്ടും പിന്നെ നമ്മൾ ഈ പൊടികളൊക്കെ എപ്പോഴും യൂസ് ചെയ്യാത്ത പൊടികളൊക്കെ ഉണ്ടല്ലോ, ഈ സാമ്പാർ പൊടി അങ്ങനെയുള്ള പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കേട് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു മൾട്ടിപർപ്പസ് സ്റ്റോറേജ് വാങ്ങിച്ചായിരുന്നു കേട്ടോ ഈ വർക്ക് ഏരിയ പണിതതിന് ശേഷം. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ വെക്കുമായിരുന്നു. പിന്നെ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത പൊടികളൊക്കെ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ സ്റ്റോർ ചെയ്യാറ്. കാരണം ഫ്രിഡ്ജിലാകുമ്പോൾ അങ്ങനെ കേടുകൂടാണ്ടിരുന്നോളും. പിന്നെ അത്യാവശ്യം നമ്മൾ എപ്പോഴും എടുക്കുന്ന ബോട്ടിൽസ് മാത്രമാണ് ഈ ഒരു സ്റ്റാൻഡിൽ വെച്ചേക്കുന്നത്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ പുരട്ടി നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഹസ്ബൻഡിൻ്റെ സ്പെഷ്യൽ മസാലയാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. കിളിമീനാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡ് മീനിൻ്റെ കാര്യങ്ങൾ നോക്കിയപ്പോഴത്തേനും ഞാൻ വേഗം പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കാര്യമായിട്ടൊന്നുമില്ല, മോയ്സ്ചറൈസർ ചെയ്തു, പിന്നെ ഒന്ന് പിരികെ എഴുതി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ലിപ് ബാം ഇട്ടു. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. മീൻ കറിയും മീൻ വറുത്തതും പിന്നെ ചക്കത്തോരനും. കുറേ നാളുകൾക്ക് ശേഷം മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഇന്ന് മിഠായി കഴിച്ചപ്പോൾ അതിൻ്റെ കവർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആലിമ അതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് കളയാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബിന്നിൽ തന്നെ കറക്റ്റായിട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്. കറക്റ്റായിട്ട് അവൻ കൊണ്ടുപോയി ഇട്ടല്ലോ, അങ്ങനെ അപ്പോൾ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ. മീൻകറിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ചക്കത്തോരൻ അങ്ങനെ അങ്ങോട്ട് ആരും കഴിച്ചില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഈവനിങ്ങിൽ നമുക്ക് ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കഴിക്കാനായിട്ട് കോമ്പിനേഷൻ കട്ടൻ ചായ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷം കോഫി ഇട്ടുകൊണ്ട് അങ്ങനെ അത് കൂട്ടി കഴിച്ചു. അപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ട്യൂഷന് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാൻ വേണ്ടി മേളിലേക്ക് ചെന്നു. അപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് 4 മണിക്ക് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും. ഒരു 5:30 ആകുമ്പോഴേക്കും വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും കുറച്ച് പേര് പഠിച്ചു കഴിഞ്ഞപ്പോൾ 6 മണിയൊക്കെ ആയി. അങ്ങനെ അതിനനുസരിച്ച് ട്യൂഷൻ വിട്ടു. അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.